മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ആശ്വാസമുണ്ടായിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾക്ക് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ പറഞ്ഞിരുന്നത് ഈ കമ്മീഷന് സാധുതയില്ല. കാരണം വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് വഖഫിന്റെ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് സർക്കാരിന് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. ആ വിധിക്കാണ് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു വന്നിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഇടക്കാല ഉത്തരവ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം മുനമ്പത്ത് സമരം ചെയ്യുന്ന മുനമ്പത്തെ 600ഓളം വരുന്ന ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയിരുന്ന ഉറപ്പാണ് ജുഡീഷ്യൽ കമ്മീഷനിലൂടെ കാര്യങ്ങൾ കണ്ടെത്തി നടപടി ഉണ്ടാക്കും എന്നുള്ളത്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലെങ്കിൽ ഇപ്പോൾ അതിന് സ്റ്റേ വന്നിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് താൽക്കാലികമായി ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പൊതു താൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ താൽക്കാലിക ഉത്തരവ്. അപ്പീലിൽ വേനലവധിക്ക് ശേഷം വിശദമായി വാദം കേൾക്കും. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മാത്രമാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നാണ് സർക്കാർ വാദം. കമ്മീഷന് ജുഡീഷ്യൽ അധികാരങ്ങളില്ല. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനെ കോടതി വിലക്കി. അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി ശാശ്വത പരിഹാരത്തിനുള്ള സർക്കാർ നടപടിയിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച കമ്മീഷന്റെ പ്രവർത്തനം സർക്കാർ 3 മാസം കൂടി നീട്ടിയിരുന്നു. മുനമ്പം നിവാസികളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനിടയിലാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷന്റെ പ്രവർത്തനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വഖഫ് ഭേദഗതി ബിൽ പാസാക്കി BJPയും മുനമ്പത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സർക്കാരിന് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഉത്തരവ് എത്തുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ രൂപപ്പെട്ട മുനമ്പം ജനതയുടെ വികാരം ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടെ മറികടക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ.